ഹായ് ഹലോ, എല്ലാവർക്കും എബീസ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷം ഞാനും ചേട്ടനും എബിയും മാത്രമായിട്ട് ഒന്ന് കോവളം ബീച്ച് വരെ പോയായിരുന്നു കേട്ടോ. കോവളം ബീച്ച് എന്ന് പറയുന്നത് നമുക്ക് സുപരിചിതമാണ് എങ്കിൽ പോലും നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമുക്ക് ഓരോരോ കൗതുകമാണല്ലേ കടൽ കാണുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾക്കും. ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിങ്സ് ആയിരുന്നു ഇപ്പോൾ കാണുമ്പോഴും. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോൾ 2 ദിവസം അടുപ്പിച്ച് പോയാൽ പോലും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലിങ്സ് ആയിരിക്കും എപ്പോൾ കടൽ കണ്ടാലും. അതേ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. ചേട്ടന് ഞങ്ങളെ കൊണ്ട് എല്ലായിടവും പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാൻ ചേട്ടൻ അങ്ങനെ അധികം വരാറില്ല. പ്രത്യേകിച്ച് കടലിൽ പോകുമ്പോൾ കടലിലോട്ടൊന്നും അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ. വീഡിയോസൊക്കെ എടുത്തരും, എവിടെ വേണോ കൊണ്ടുപോകും, എന്ത് വേണോ വാങ്ങിത്തരും, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങ് നിൽക്കും. നിങ്ങൾ പൊയ്ക്കോ, ഞാനിവിടെ നിന്ന് കണ്ടോളാം എന്നൊരു രീതിയിലാണ് ചേട്ടൻ. ഞാനും എബി എന്ന അങ്ങനെയല്ല കേട്ടോ. എവിടെ ചെന്നാലും അതിലേക്ക് അങ്ങ് ഇറങ്ങിപ്പോയി എൻജോയ് ചെയ്ത് തിരിച്ചു വരാനാണ് ഞങ്ങൾക്കിഷ്ടം. ഇതുപോലെ കടലിൽ പോയി കുളിച്ചും ബഹളം വെച്ചും ഒക്കെ വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എന്ത് ചെയ്യാം, എനിക്കിപ്പോൾ അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നേരെ തന്നെ നിൽക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് കടലിൽ കുളിക്കാൻ പോകുന്നതല്ലേ. ഇത് തന്നെ കടലിൻ്റെ ആ ഒരു കരഭാഗത്തു നിന്ന് ഞാൻ എടുത്താണ് കേട്ടോ. എൻ്റെ കാലിലോട്ട് തിര വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു രസമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്. കടലിൽ പോയി കുളിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ കാലതിനെ അനുവദിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പോകാത്തത്. പിന്നെ ഞങ്ങൾ കുറേ ദൂരം വരെ അങ്ങനെ നടന്നു കേട്ടോ. നടന്ന് കുറേ സ്ഥലം വരെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല നിൽക്കാനായിട്ട്. എബിക്ക് ആദ്യമൊക്കെ കുളിക്കണം എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിൽ പോലും അവിടെ എത്തിയപ്പോഴത്തേക്കും അവനും ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് അവനും ഒന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ ഇച്ചിരി മടിയായിട്ടാണ് ആൾ നിന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, നീ പോയി കുളിച്ചോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ പോയി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി കുളിക്കാനായിട്ട് വന്നു. അതിന് മുന്നേ ഞങ്ങൾ കുറേ ഫോട്ടോയും വീഡിയോസൊക്കെ ഇതുപോലെ എടുത്തു കേട്ടോ. കണ്ണിൽ തന്നെയായിരുന്നു കേട്ടോ ഫുൾ വെയിലും വന്ന് തട്ടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നേരെ ഒന്ന് കണ്ണ് തുറന്ന് വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, ഉള്ള സമയത്ത് പറ്റുന്ന പോലെയൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. എബിക്കാണെങ്കിൽ കടലിൽ കുളിക്കണമെന്നുമുണ്ട് കുളിക്കേണ്ടെന്നുമുണ്ട്, രണ്ടും കെട്ട ഒരവസ്ഥയിൽ അവന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ നിർബന്ധിച്ചു പോയി കുളിച്ചോന്ന് പറഞ്ഞു. കാരണം അവനും കൂടെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഇങ്ങ് വീട്ടിലോട്ട് പോന്നാൽ മതി, കൂടെ നേരം വരെ കടലിൽ നിൽക്കേണ്ട എന്നൊരു ഫീലിങ്സ് ആയിരുന്നു. പിന്നെ ആശാൻ പറഞ്ഞു, വേണ്ട കുഴപ്പമില്ല, ഞാനും കടലിൽ പോയി കുളിക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി അവൻ കുളിക്കാനായിട്ട് കടലിലോട്ട് പോയി കേട്ടോ. പിന്നെ നിന്ന് എനിക്ക് കാല് വേദന എടുത്ത് തുടങ്ങി. അപ്പോൾ നോക്കിയ സമയത്ത് കുറേ ഫോറിനേഴ്സിന് മാത്രമായിട്ടായാലും നമ്മൾ സാധാരണ ഇങ്ങനെ കുടയും ബെഡും ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുള്ളത്. അല്ലാതെ നമ്മളെ ഈ നാട്ടിലുള്ളവരൊന്നും നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിനൊന്നും കിട്ടാറില്ല. ആ സമയത്താണ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആൾക്കാർക്കും ഇതുപോലെ കൊണ്ടു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ചോദിച്ചു, എടുക്കുന്നുണ്ടോ, ഒരു ബെഡ് എടുക്കുന്നുണ്ടോ, 1 മണിക്കൂറത്തേക്ക് 200 രൂപയാണ്, 2 ബെഡ് ഇത് കിട്ടും, നിങ്ങൾക്ക് ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഇതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇതിനെ വെറുതെ 2 ബെഡ് ഞങ്ങൾക്ക് വേണ്ട, കുഴപ്പമില്ല, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളാം എന്നൊക്കെ പറഞ്ഞു നിന്നു. പിന്നെ കുറേ നേരം പിന്നെ നിൽക്കും തോറും ഭയങ്കരമായിട്ട് എനിക്ക് കാല് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കേട്ടോ. ആ സമയത്ത് തന്നെ അത് വരുന്ന നമ്മുടെ അടുത്ത് ചോദിച്ച ആൾക്ക് തന്നെ മനസ്സിലായി എനിക്ക് കാല് വേദനിച്ചിട്ട് എന്തോ പ്രശ്നമാണെന്നൊക്കെ മനസ്സിലായി. പിന്നെ അയാൾ വന്ന് പറഞ്ഞു, എനിക്കൊരു കാര്യം ചെയ്യാം, 1 ബെഡ് തരാം, 1 മണിക്കൂറത്തേക്കാണ്, ഇവിടെ നിങ്ങൾ നിൽക്കുന്നിടത്ത് ഞങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് ആ സംഭവം കേട്ടോ. ഒരു ബെഡും കുടയൊക്കെ ഞങ്ങൾക്ക് വെച്ച് തന്നു കേട്ടോ. അത് സൂപ്പറായിരുന്നു, എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മൾ സാധാരണ ഫോറിനേഴ്സിന് മാത്രമായിരിക്കും ഈ ഒരു സംഭവം കിട്ടുന്നത് എന്നാണ് ഞാൻ വിചാരിച്ചത്. നമ്മളും പൈസ കൊടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കിട്ടും കേട്ടോ. 1 മണിക്കൂറല്ല, 1.5 മണിക്കൂർ അടുപ്പിച്ച് ഞങ്ങൾ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു. കാരണം അത് വൈകുന്നേരം 5 മണിക്ക് ശേഷം പിന്നെ ആരും ഇത് ചോദിക്കത്തില്ലല്ലോ. ഉച്ചയൊക്കെ സമയത്താണല്ലോ ഇതൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അവർ കറക്റ്റ് 1 മണിക്കൂർ ആവുന്ന സമയത്ത് അവരിത് വന്ന് വാങ്ങിക്കും. നമ്മൾ പോയത് തന്നെ 4:10 ആയപ്പോഴാണ് നമുക്കിത് കിട്ടിയത്. അപ്പോൾ 5:10 വരെയാണ് നമുക്കുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 5:10 എന്നുള്ളത് ഒരു 5:30 മണി വരെയൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ക്യാഷ് വാങ്ങിക്കും എന്നുള്ള പേരിൽ അങ്ങോട്ട് പോയി ചോദിച്ചതായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞില്ല, 5 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇത് ബെഡൊന്നും ആരും വാങ്ങിക്കത്തില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ച് നേരം ഇവിടെ തന്നതെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല കേട്ടോ, അവർ നല്ല അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ ചേട്ടന്മാർ. പിന്നെ ഞങ്ങൾ 3 പേരും പോയി ഓരോ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് തിരിച്ചത് കേട്ടോ. ഇതൊക്കെ അവിടെ നിന്ന സമയത്ത് ചേട്ടൻ എടുത്തുന്ന കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു.
ഫോട്ടോസിനൊക്കെ വന്ന് നിന്ന് കേട്ടോ ചേട്ടൻ. അല്ലാതെ കടലിലോട്ട് ഇറങ്ങാനൊന്നും ആൾക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഇത് അവിടെ ഇരുന്ന സമയത്ത് ചേട്ടൻ എബിയുടെ അടുത്ത് പോയി നിന്നപ്പോൾ ഞാനായിട്ട് എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ് ചെയ്യുക മാത്രമല്ല ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ മുമ്പ് പറയും പോലെ ഇനി വീഡിയോസൊക്കെ ഇടാനായിട്ട് ഒരു തോന്നൽ നമുക്ക് തോന്നത്തില്ലേ. നമ്മൾ ആൾക്കാർ കാണുമ്പോഴാണ് നമുക്ക് പിന്നെയും വീഡിയോസൊക്കെ ഇടാനായിട്ട് തോന്നുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്താണെന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.